എന്താണ് മോനെ കിച്ച രാവിലെ തന്നെ ഈ ഇങ്ങോട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ക്ലാസ് ഉണ്ടോ ഇന്ന്? ഞമ്മക്ക് സ്പെഷ്യൽ ക്ലാസ് ഒന്നും ഇല്ല എന്റെ അപ്പച്ചിയെ. നിങ്ങളെ മോള് നമ്മളെ പ്രോജക്റ്റ് വാങ്ങിക്കൊണ്ട് പോയിട്ട് 3 ദിവസമായി. ഓള് കാരണം ഇപ്പൊ പ്രൊഫസറിൽ നിന്ന് ഞമ്മക്കും കൂടി കിട്ടിയ പണിഷ്മെന്റ്. ഞമ്മക്കിനി വലിയ പണിഷ്മെന്റ് വാങ്ങാൻ ഓൾ ഒറ്റയ്ക്ക് വാങ്ങട്ടെ. നമ്മൾ അതെടുക്കാൻ വന്നേന്. നീ അല്ലാതെ ആരെങ്കിലും ഓക്ക് വല്ലതും എഴുതാൻ കൊടുക്കും എന്റെ കിച്ച. ഓ എന്റെ അമ്മ, അബദ്ധം പറ്റി. എന്റെ മോനെ കിച്ച നീ എന്തിനാണ് ഇതിന്റെ അബദ്ധം എന്നൊക്കെ വിളിക്കുന്നത്? ഇത് എന്റെ ഒരു ശീലമാടാ. നീ ഓളും കൂടെ എന്ന് കൂട്ടു കൊടുത്തു തുടങ്ങി അന്ന് മുതൽ തുടങ്ങിയ ശീലല്ലേ എനക്കത്. നിങ്ങള് പോയി ആ പാടം നമ്മള് പോയി നമ്മുടെ പ്രോജക്റ്റ് എടുത്തിട്ട് അമ്മ നേരി ഇത്തിരി ഇഡലി സാമ്പാറാ ഓക്ക് ഇഷ്ടമല്ലേ, അങ്ങനെ അമ്മ ചൂടോടെ തന്നു വിട്ടതാ. ഞാൻ പോയിട്ട് എടാ കിച്ച നീയും ഓളോടെ കൂടി 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 ഇപ്പൊ നീ നമ്മുടെ സംസാരമായി മാറിയിരിക്കുന്നിട്ടാ. ഒരു ഭാഷയല്ലേ അപ്പാ, നമ്മള് സംസാരിക്കുന്ന മലയാളം തന്നെയല്ലേ, പിന്നെ അതിൽ ഒരു പ്രശ്നമില്ല. നമ്മള് പോയി വരാം. എങ്കിൽ നീ പോയി അത് എടുത്തിട്ട് വാ. നമ്മൾ നല്ല ചൂട് ഇടിയപ്പവും കോഴിക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അനക്കൊന്ന് ഇവിടുന്ന് കഴിച്ചുകൊണ്ട് പോവാ. അമ്മ എങ്കിൽ നിങ്ങൾ എടുത്ത് വെക്കി, നമ്മള് പോയി നമ്മളെ പ്രോജക്റ്റ് എടുത്തുകൊണ്ട് വന്നെ. മോനെ കിച്ച ഓളെ പുറത്തിട്ട് ഒരു ബക്കറ്റ് വെള്ളം കോരി അങ്ങ് വെച്ചേക്ക്. ഞമ്മക്ക് വയ്യ നീ കോഴിപ്പണി മൊത്തം കയറി അങ്ങ് വരാൻ. അത് നമ്മൾ ഏറ്റുമ്മ നിങ്ങള് എടുത്ത് വെക്കുകയില്ല. ഇവളിത് എവിടെ കൊണ്ടുവന്ന് പോയിട്ട് വെച്ചേക്കുന്നു. ഉറങ്ങുന്ന കണ്ട എന്നാ പാവം. ഐഷു നീ എണിയടി, നീ എണീക്കായി. ഞമ്മടെ കുക്കിമോനെ നീ എങ്ങനെയാടാ ഇങ്ങനെ ലൈവിൽ വന്നിട്ട് ഞമ്മടെ സങ്കടവും രോമാഞ്ചം ഒന്നിച്ച് കൊള്ളിപ്പിക്കണ? അനക്കാ ലോലിപോപ്പ് തന്നങ്ങോട്ട് മാറ്റി വെച്ചൂടെ? അല്ലെങ്കിൽ തന്നെ അനക്ക് എന്തിനു മുത്തേപ്പ് ഈ സങ്കടം? ഞമ്മളില്ലേ നിനക്ക്? അപ്പൊ ഇന്നലെ കുക്കിമോന്റെ ലൈവ് കണ്ട് കിളിപോയി കിടക്കുവാ. കുക്കിമോ സ്വപ്നത്തിലുണ്ടല്ലോ. ഈ ഐഷു എണീടി അവിടെ നിന്ന്. കുക്കിമോൻ വന്ന ഞമ്മക്കറിയാൻ നിങ്ങൾ നമ്മളെ തിരക്ക് വരുമെന്ന്. ഏതെങ്കിലും ഒരു കാലത്ത് നമ്മളെ തിരക്ക് നിങ്ങൾ വരുമെന്ന് സ്വപ്നം കണ്ട് ഉറങ്ങാത്ത ദിവസം ഇല്ല എന്റെ മുത്തേ. നീ വരി. നമ്മുടെ വാപ്പാടെ മൊത്തോ സ്വത്തും വിറ്റ് തിടച്ചിട്ടായാലും വേണ്ടില്ല, നിങ്ങൾക്കായിട്ട് നമ്മൾ ഇന്നൊരു മണിയറ തീർക്കും. ഇവിടെ നമ്മളെ മൈലാഞ്ചി മഞ്ചന സ്വപ്നം കണ്ട് കെട്ടിപ്പിടിച്ച് കിടക്കിയിരുന്നു. അതുപോട്ട് അന്നെ ഞമ്മളൊന്നും ചെയ്തില്ലല്ലേ. ഇനി ഓന്റെ ലൈവ് എല്ലാം കാണാൻ നമ്മള് കണ്ട അതിനെ കണ്ണ് നമ്മള് കുത്തിപ്പൊട്ടിക്കും. ഓളാ ഒരു മണിയറ കുക്കിമോ ലൈവ് നമ്മളെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. എണീച്ച് പോച്ചേ, പോയി വെള്ളം കുളിച്ചിട്ട് വേഗം ഇറങ്ങി വരാൻ നോക്കുന്നു. നമ്മള് പോവേണ്. നമ്മള് പോയിട്ട് വരുമ്പോ ലേറ്റായി വിടാൻ നിന്ന അന്നെ നോക്കിക്കോ. നമ്മള് എന്റെ കൃഷ്ണ രക്ഷപ്പെട്ട്. കുറച്ചു നേരം കൂടെ ഞാൻ വൈകിരുന്നെങ്കിൽ ഞമ്മള് സൂക്ഷിച്ചു വെച്ച് ഞമ്മളാ സ്വപ്നക്കപാട് അവള് തുറന്നേനെ. ഞമ്മള് വന്ന് കഴിക്കാൻ എടുക്കി. കിച്ചാ ഞമ്മളിതാ എടുത്തോണ്ട് വരണ. ഈ അവിടെ ഇരി. ഈ ഓളെ വിളിച്ചാ? എണീറ്റുമ്മ ഞമ്മള് വന്നപ്പോ ബാത്റൂമിലോട്ട് കയറി. നിങ്ങളുടെ മോനെ കിച്ച അച്ഛനെല്ലാം പറഞ്ഞായിരുന്നോ? അപ്പ അച്ഛൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ നിന്ന് രണ്ടുപേരും കൂടെ പോവാന്ന് പറഞ്ഞു. അല്ല അപ്പ എന്നരാണ് നമ്മള് ജയിക്കൂലേ? ആടാ നമ്മളെ ജയിക്കൂ, നമ്മള് മാത്രമേ ജയിക്കൂ. ഓളെ വാപ്പ കഷ്ടപ്പെട്ട മുതലാത്. അത് ഓളെ വാപ്പ മനസ്സറിഞ്ഞ് ഓക്ക് വേണ്ടിട്ട് എഴുതി വെച്ചത്. അത് ഞമ്മള് വാങ്ങിക്കൊടുക്കും. അനക്കറിയാതെ സ്നേഹിച്ച് കെട്ടിയെന്ന പേരിൽ ഞമ്മളൊക്കെ തറവാട്ടിന് പുറത്തിറക്കിയിട്ട് ഒരു നോക്ക് തിരിഞ്ഞു വെക്കാൻ പോലും ആരും വന്നില്ല. ഞമ്മക്കാരുടെ സ്വത്തും സ്വർണവും പണവും ഒന്നും വേണ്ട. ഞമ്മൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഞമ്മളെ മോക്ക്. അവക്ക് ജോലിക്കും കുടിക്കും പോവാതെ വീട്ടിൽ നിന്ന് കഴിക്കാനുള്ളത് നമ്മൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ 1000 മടങ്ങ് വിലയുണ്ട് ആ മനുഷ്യ ഓക്ക് എഴുതി കൊടുത്തതിന്. അത് ഞാൻ വാങ്ങിക്കൊടുത്തിരിക്കും. അത് ഞമ്മളെ കണ്ണതേയും വരെ അത് ഓളെ പേരിൽ അവിടെ കിടക്കണം. നമുക്കൊന്നും വേണ്ട, അത് വിറ്റ് തിന്നാനൊന്നുമല്ല. Party, yeah. നമ്മളിന്ന് ഇവിടെ നാനാട്ടല്ല. ഈ ക്ലാസ് കഴിഞ്ഞ് ഓളോടങ്ങ് പോന്നാ മതി. എന്റെ വീട്ടിലുള്ള എല്ലാരും ഇവിടെ കാണും. നിങ്ങളില്ലാതെ ഞമ്മക്ക് എന്തേലും ആഘോഷം? എന്നാ ശരിയമ്മ, ഞാൻ പോയി ഒരുങ്ങട്ടെ. ഓളിപ്പോ കുളിച്ചൊരുങ്ങി വരും. അപ്പൊ പിന്നെ ഞാൻ ലേറ്റ് ആയെന്നും പറഞ്ഞു ഓള് കിടന്ന് തുള്ളു. തുള്ളല് തുടങ്ങിയോണ്ടല്ലോ പത്രാളിനെ തോപ്പിക്കും.
ഓ, ആ കാര്യത്തില് സംശയമൊന്നും വേണ്ട. ഓള് ഇവിടെ ജീനാണ്. രണ്ടും ഒന്നിനൊന്ന് വെച്ചു തുടങ്ങിയ പിന്നെ അടയ്ക്കൂല. ദേ നല്ലൊരു കാര്യത്തിന് ഇറങ്ങിപ്പോവാൻ നിൽക്കണോണ്ട് ഞമ്മളൊന്നും പറയണില്ല. അല്ലെങ്കിൽ കുക്കറിന് തലക്കടിച്ചു ഞമ്മള് പോണം. ഞമ്മൾ അടുക്കളയിലാണ് പോയി അവിടെ ഇരിക്കാൻ പോകും. നിങ്ങളവിടെ സംസാരിച്ചോണ്ടെന്നാ ശരിയാവൂല. നിങ്ങൾ തമ്മിൽ ചേരൂല. ഞാൻ പോണം. അയ്യോ, അതെന്തേലും വർത്താനം. ഈ ഇല്ലാതെ ഞാൻ ഉണ്ടാ. അതുകൊണ്ട് നമ്മുടെ പൊന്നു പോയി നമുക്ക് വേണ്ട ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചാണ്. എങ്കിലും വായിക്കാം. നിങ്ങളെ ഡ്രസ്സ് എടുത്തു തരാം. കിച്ചാ, വൈകുന്നേരം ഇങ്ങ് വരണേ. ഓളോടെ എവിടെയും ചുറ്റിക്കറങ്ങി നിൽക്കാതെ ഇങ്ങ് പോരണം കേട്ടാ. ഓമ്മ, ഞാൻ ഓളെ കൊണ്ട് വേഗം എത്തിയേക്കാം. എന്നാലും നമ്മുടെ നല്ലൊരു സ്വപ്നം പോയില്ലേ. എനിക്ക് വല്ല കാര്യം ഉണ്ടായിരുന്ന അതിനിടയിൽ പാറ്റിനെയും കൊണ്ടുവരാൻ. You're a great actress, my dear Aishuma. I'm proud of myself. നീ ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെടാ കിച്ചമ്മോനെ ഞാൻ നിന്നെ പിടിച്ച് എന്റെ പുറത്തൂടെ ഇട്ടത്. നമ്മുടെ കയ്യിലൊരു മൈലാഞ്ചി പടർന്നുണ്ടെങ്കിൽ ആ മൈലാഞ്ചിയുടെ ചുവപ്പ് നിനക്ക് വേണ്ടി മാത്രമായിരിക്കും. നീ ഐശുവിന്റെ അടുത്താവന്റെ കളി. ഗുഡ് മോർണിംഗ്. വാപ്പാ ഗുഡ് മോർണിംഗ്. നമ്മൾ വന്നിരിക്കണ് കഴിക്കാനുള്ളതൊക്കെ ഇരിക്കും. ഈ എന്തിനടി വെച്ച് ആ കൊച്ചുകാരത്തിന്റെ ബുക്ക് വാങ്ങിയിട്ട് കൊടുക്കായിരുന്നു? അനക്കാ പഠിക്കണമെന്നൊരു ചിന്തയില്ല. പഠിക്കണ ആ കൊച്ചിനെ പോലെ ഈ പഠിക്കാൻ താമസിക്കില്ലെന്നുണ്ടാ? ഓ ഇന്നത് എടുത്തോണ്ട് പോയില്ല. നമ്മളത് എഴുതിയതുമില്ല. ഇന്ന് പോയി അതിന് വായിക്കൊണ്ടുവരണം. നമ്മൾ വെക്കാതെ ഓൻ വെക്കാൻ സമ്മതിക്കില്ല. അതെ, ഈ ഇന്ന് കോളേജ് വിട്ട് ഓനെ കൊണ്ട് ഇനി വന്നോണം. ഇവിടെ ചുറ്റി കറങ്ങി നിൽക്കരുത് രണ്ടും കൂടെ. നമ്മളിന്ന് ചെറിയൊരു പാർട്ടി വെച്ചിട്ടുണ്ട്. അനക്കറിയാല് ഇന്നാണ് കോടതിയിലെ വിധി വരുന്നത്. ഞമ്മക്കറിയാം ഞമ്മളെ ജയിക്കുന്നത്. അപ്പം കിച്ചന്റെ കുടുംബക്കാരും എല്ലാരും ഇവിടെ കാണും. ഈ ഇങ്ങനെ നേരത്തെ വരണം കേട്ടല്ലേ. നമുക്ക് വയ്യ. നമ്മൾ ഇന്നൊരു പിടിക്കും. അമ്മ ഉണ്ടാക്കി കൊടുത്തു വിട്ടിട്ടുണ്ട്. ഞമ്മക്കറിയാം നമ്മുടെ അമ്മ മുത്താണ്. നമ്മള് രാവിലെ 3 മണിക്ക് നേരത്തെ അനക്ക് വല്ല ഉണ്ടാക്കി തന്നാൽ അനക്ക് ഇഷ്ടപ്പെടില്ല. അല്ല, അമ്മ 5 ഉണ്ടാക്കി തന്നാൽ അനക്ക് ഇഷ്ടപ്പെടില്ല. അത് തന്നെ വലിയ കാര്യം. നോക്കാപ്പ ഈ ഉമ്മക്ക് അസൂയ. ഞമ്മള് അമ്മേനെ ഇഷ്ടപ്പെടുന്നതിനുള്ള അസൂയ. ഞമ്മക്ക് അസൂയൊന്നുമില്ലേ. ഞമ്മക്ക് എന്തായാലും ഒരു മോനും ഒരു മോളും ഉണ്ട്. അത് തന്നെ ധാരാളം. ഞമ്മടെ മക്കൾക്ക് നമ്മൾ എഴുതിയുള്ളൂ മറ്റാരും. ഞമ്മക്ക് ഞമ്മടെ അമ്മ എഴുതിയുള്ള വേറെ ആരും. അപ്പൊ ഉമ്മ പാപ്പ ഞമ്മള് പോയി വരാം. അതിന് വന്നില്ലല്ല. നീ ഐഷുമ്മ, ഈ വരണ കോളേജിൽ പോയി. ഞമ്മക്ക് വയ്യ എന്നും ആ പ്രൊഫസറിനെ ഒന്ന് വായി കേൾക്കാനായിട്ട്. ഈ വരണമെങ്കിൽ ഓടി വാ. ഈ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ഞമ്മളെ നല്ലൊരു സ്വപ്നം കൊണ്ട് കളഞ്ഞിട്ട് പോയിരുന്ന് ഡയലോഗ് അടിക്കുന്നു. നമ്മളെ കുക്കി മോനായിട്ട് അടുത്ത് വരികയും അപ്പോഴാണ് അവന്റെ ആയിട്ടുമ്മ. നിർത്തിക്കോന്ന്. ഇനി ഓന്റെ ലൈവ് കാണാൻ ഞമ്മള് കണ്ട ഇന്റെ രണ്ടു കൊണ്ടോ കണ്ടില്ലേ ഞമ്മള് കുത്തി പൊട്ടിക്കും. അവളങ്ങൊരു ഉലക്കമേലെ ലൈവ്. ഒരു 5 മിനിറ്റ് ഞമ്മളെത്തിരി അതിന് പോയിരുന്നെങ്കിൽ ഞമ്മളെ ബാല്യം പിന്നെ ആ ബാല്യം തകർന്നാലും ഒരു കുഴപ്പവും ഇല്ല. ഈ പേടിക്കണ്ടടാ. ഈ എന്നെ തെറ്റിയാതി. ഞമ്മള് സ്വീകരിച്ചോടാ എന്റെ പേരെഴുതി എന്റെ സിന്ദൂരത്തിന്. എന്ത് വല്ല കുഴപ്പമുണ്ടാ? ഞമ്മളെ വാപ്പടത്ത് ഞമ്മള് പറയാം. അയ്യോ എന്റെ പൊന്നയച്ചുമ്മ, നീ അങ്ങനെയൊന്നും പറയായി. ഞമ്മളെ സിന്ദൂരത്തിനെ ഞമ്മള് സൂക്ഷിച്ചു വെച്ചോളാം. അതിന് അവകാശി വരുമ്പോ ഞമ്മള് കൊടുത്തോളാം കേട്ടാ. ഞമ്മളൊരു നല്ല കാര്യം പറഞ്ഞപ്പോ എനിക്ക് പിടിച്ചില്ല. മാണ്ട എനിക്ക് എന്റെ സിന്ദൂരം മാണ്ട. ഈ ഇപ്പം വണ്ടി എടു. ഞമ്മളെ കാത്ത് ഞമ്മളെ ക്രഷ് അവിടെ ഞമ്മളെ കാത്തിരിപ്പുണ്ട്. ഓനെ കണ്ടൊന്ന് ചിരി കൊടുക്കണം. ഐഷു, നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ഞമ്മളതിന്റെ അടുത്ത് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഓനുമായിട്ടുള്ള കൂട്ടുകാരനൊക്കെ വേണ്ടെന്ന്. അവളൊരു ഇളി. നീ ഇനി ആരെങ്കിലും മുഖത്തൊക്കെ ചിരിക്കണ കാണ്. അപ്പോഴാണ് ഞമ്മളെ വേറെ മോൻ നീ കാണും. പറഞ്ഞില്ലെന്ന് വേണ്ട. മര്യാദ കൂട്ടി ചിരിയടി. അനക്ക് എന്തെന്റെ കിച്ച? എന്നെ വല്ലതും ചെയ്തായിരുന്ന?
അന്ന് ഓന്റെ ആ പൊട്ട ബുദ്ധിക്ക് ഓൻ വന്ന് ഞമ്മളടുത്ത് പറഞ്ഞ് ഞമ്മളാണ് ഓന്റെ ക്രഷെന്ന്. അന്ന് മുതൽ ഓനെ എവിടെ വെച്ച് കണ്ടാലും ഈ എന്റെ ഉണ്ട കണ്ണ് മുഴുവൻ എടുത്ത് വെളിയിലിട്ട് ഓനെ പേടിപ്പിക്കും. നീ നോക്കായിശു, എനിക്ക് അവനെ ഇഷ്ടമല്ല, അത്ര തന്നെ. അല്ല കിച്ച, അനക്ക് ദേഷ്യപരമായി മാത്രം അനക്ക് എങ്ങനെ ഇത്ര നന്നായിട്ട് സംസാരിക്കാൻ പറ്റണത്? അത് ഞമ്മക്ക് അറിഞ്ഞൂടാ. എന്തായാലും കോളേജ് എത്തി, വാ പോവാ. ഓ, എന്റെ കൃഷികളൊക്കെ ഹാജർ വെച്ചിട്ടുണ്ടല്ലേ. ഈ ഒന്ന് നോക്ക് ഞമ്മടെ മുത്തേ. ദേശു, അനക്ക് നമ്മളെ അടി വേണ്ടെങ്കിൽ മര്യാദക്ക് നടന്നു വന്നു. ഉമ്മ ഞമ്മളെത്തി. നമ്മുടെ ഉമ്മാക്കും വാപ്പക്കും നമ്മുടെ വകതായിരിക്കുന്ന ഒരു കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾ സാധിച്ചു. നീ അങ്ങോട്ട് മാറിയാണ് അവന്റെ ഒരു ഉമ്മായി വാപ്പായി. അമ്മാച്ച ഞമ്മള് വന്ന് ദേവൂട്ടിയായി മിഷ്യു 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 മിഷ്യു. കണ്ണേട്ട ഞമ്മൾ നിങ്ങളെ മിസ് ചെയ്ത്. ഞമ്മള് പോയി വേഗം കുളിച്ചിട്ട് വരട്ടെ. എങ്കിൽ ഈ വാ നമുക്ക് വാ. അമ്മ നല്ല ചൂട് ഉണ്ണിയപ്പവും നെയ്യപ്പവും ഉള്ളിവടയും ഉഴുന്നുവടയൊക്കെ ഉണ്ടായിക്കൊണ്ട് വന്ന് നമുക്ക് ഒന്നിച്ചിരുന്ന് തട്ടാം. കിച്ചാ മോനെ, നീയും പോയി ഫ്രഷ് ആയിട്ടൊക്കെ വാ. ഉമ്മച്ചി നല്ല പത്തിരിയും കോഴിക്കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടാ മോനെ, ഈയും ചെല്ലു വന്നോടാ. ഉമ്മ എല്ലാം എടുത്ത് വെക്കാവേ. ഓ, മക്കള് എല്ലാരും മത്സരിച്ച് തള്ള ആരാങ്ങെടുത്ത്. അപ്പൊ ഞമ്മളെയൊന്നും ആർക്കും വേണ്ടേ? എന്റെ പൊന്നു ലക്ഷ്മി, അത് പടച്ചവർക്ക് അറിഞ്ഞു കൊടുത്ത കഴിവാണ്. അസൂയക്കുള്ള കഴിവേ ഞമ്മക്ക് എന്തായാലും പടച്ച അത് തന്നില്ല. അതാണല്ലേ പാവം. രണ്ടുപേർക്കും അസൂയക്ക് ഒട്ടും ഒരു കുറവുമില്ല. നീ പിന്നെ ഇവരെ ഇതും കേട്ടോണ്ടിരിക്കുക. ഓ, എനക്ക് ഒന്നിനുള്ള കഴിവ് എന്നില്ലെങ്കിലും അനക്കാനുള്ള കഴിവ് അത് പടച്ചു അറിഞ്ഞു തന്നിട്ടുണ്ട്. ഓ, ഞമ്മടെ ഇക്ക വല്ലതും പറഞ്ഞായിരുന്നു അവിടെ ഇരുന്ന്? ഓ, ഞമ്മളൊന്നും പറഞ്ഞില്ലേ. ഞമ്മളെ കൂട്ടുകാരനായിട്ട് കൊച്ചു വർത്താനം പറയായിരുന്നു. നീ എന്ന് പറയാനാണ് ഐശ്വര്യ ഇരിക്കുന്നത്? ഓന്റെ അടുത്ത് നീ ഒന്ന് പറഞ്ഞു നോക്ക്. ഓന്റെ പ്രതികരണം എന്താണെന്ന് അപ്പല്ലേ അറിയത്തുള്ളൂ. നീ ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്ന ഓന്റെ കാര്യം എന്താണെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ഐശു? ഓ, ഞമ്മക്ക് പറയണമെന്നൊക്കെ ഉണ്ട് ഞമ്മടെ ദേവൂട്ടി. ഞമ്മൾ എന്തൊരു ചെയ്യാനാണ്? ഓന്റെ അടുത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് എത്ര പറഞ്ഞിട്ട് ഓനിക്ക് ഒരു പിടിയും കിട്ടണില്ല. ഇന്നും കൂടി ഞമ്മള് പറഞ്ഞതേ ഉള്ളൂ ഞമ്മളെ കേട്ടാൻ. അപ്പൊ ഓൻ പറയണ ഓന്റെ സിന്ദൂരത്തിന്റെ അവകാശിനെ ഓൻ തന്നെ കണ്ടുപിടിച്ചോളാം. ഞമ്മൾ എങ്ങനെ പറയട്ട്? മിക്കവാറും ഞമ്മളെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോവും. അതിലെനക്ക് ഒരു ഡൗട്ടും വേണ്ട. എന്റെ വാപ്പാടുത്ത് ആരാ വന്ന് ചോദിച്ചെന്ന് പറയാൻ കേട്ടോ അച്ഛൻ വീട്ടിൽ വന്നപ്പോ. എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പൊ വാപ്പ പറഞ്ഞെന്ന് പറഞ്ഞാൽ ആലോചിക്കട്ടെന്ന്. ആലോചിച്ചിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ എന്റെ മോളെ അനക്കറിയാല്ല, ഈ വീട്ടിൽ ഒന്നിനും ഒരു കുറവുമില്ല. അപ്പൊ അനക്ക് വേറെ ആളെ ഇഷ്ടമല്ലെന്നും അവർക്കറിയാം. അപ്പൊ പിന്നെ അവരെന്തായാലും അത് ഉറപ്പിക്കും. ഈ എന്തെങ്കിലും വേഗം ചെയ്യാൻ നോക്കും. അതായത് കാലം ഞമ്മളെ കെട്ടാൻ വേണ്ടി വന്ന് ചോദിച്ച ഞമ്മക്ക് വയ്യ. അല്ല, അച്ഛാന്ന് പറഞ്ഞപ്പം കിച്ച അവിടെയൊന്നും ഇല്ലായിരുന്ന? ഓൻ കേട്ടിട്ടൊന്നും പറഞ്ഞില്ലേ? അതിന് ഓ അറിഞ്ഞില്ല. ഓ ഇന്നലെ ഇവിടെ വന്നില്ലേ, ആ സമയത്താണ് അച്ഛനും അമ്മയോട് സംസാരിക്കണം ഞമ്മള് കേട്ടത്. അനക്കറിയാല്, ഓ കേട്ട പിന്നെ എൻ്റെ അടുത്ത് വേറെ ആരും പറയേണ്ടി വരില്ലെന്ന് അച്ഛനമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഓ അവിടെ നിന്ന് മാറിയ സമയത്താ അച്ഛനമ്മയോട് സംസാരിച്ചത്. എന്നിട്ട് പാപ്പ വല്ലതും ഉറപ്പിച്ചതായിട്ട് പറയണേ കേട്ടാ? ഞമ്മക്ക് അറിഞ്ഞൂടാ. 2-3 ദിവസമായി പാപ്പ അടുത്ത് ഇങ്ങനെ ആള് വന്ന് തിരക്കിയെന്ന് പറഞ്ഞു. അത് ഇന്നലെയാണ് അച്ഛൻ അമ്മയടുത്ത് പറയണേ ഞാൻ കേട്ടത്. പക്ഷേ അത് മുഴുവനായിട്ട് എനിക്ക് കേൾക്കാനും പറ്റിയില്ല. ഞമ്മക്കൊന്നും തിരിയണില്ല. ഞമ്മളെ കുളിച്ചിട്ട് ഞമ്മക്ക് തോന്നുന്നു ഇന്നത്തോടെ എല്ലാം ശരിയാവും. അല്ലാമിന് ഓന് വരണ കാര്യം കൊച്ചിനടുത്ത് പറയണ്ടേ? ഓളടുത്ത് നിൽക്ക പറയാന്ന് പറഞ്ഞു. ഓളെ കാര്യം ചോദിച്ചിട്ട് അവര് വരണ കാര്യം പറയാന്ന് പറഞ്ഞിക്ക. നീ ഓളിനി എന്തേലും പറയണമെന്ന് അറിഞ്ഞൂടാ. ഓളടുത്ത് ചോദിക്കാൻ വേണ്ടിട്ടല്ലേ നമ്മളെ ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തത്. ഓളടുത്ത് നമുക്ക് ഒന്നിച്ച് ചോദിക്കാം. അത് പറയടാ.
അപ്പൊ പിന്നെ ഓള് വരട്ട്, നമുക്ക് ചോദിച്ചു കളയാം ഓളെ അഭിപ്രായം എന്തിനാണെന്ന്. എന്നിട്ട് നമുക്ക് ആ ചെറുക്കനെ വിളിക്കാടാ. നല്ലൊരു ചെറുക്കനായിരുന്നു, ഞമ്മക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഉമ്മ ഞമ്മക്ക് ഇതാ വിഷയൊക്കെ നിങ്ങൾ വല്ലതും തരണ. പാർട്ടിന്ന് പറഞ്ഞ് വിളിച്ചെടുത്തിട്ട് ഞമ്മളൊരുമാതിരി കളിയാക്കണ പരിപാടി നിങ്ങൾ കാണിക്കല്ലേ. ഓ ഇജ്ജ് വന്നാ? നമ്മളിതാ വരണ്. കിച്ചണൊക്കെ ഇറങ്ങി വന്നാ? ഈ ഒറ്റയ്ക്ക് അവിടെ ഇരുന്നാൽ നമ്മൾ ഒന്നും തരൂല. എടാ കിച്ചാ, നീ അവിടെ എന്തേലും ചെയ്യണ ചെയ്താലേ ഞമ്മക്ക് വിശക്കണം. ഈ വരണ. ഓ തൊള്ള വലിച്ച് കീറാതെ നമ്മളിതാ വരണിറങ്ങി. എങ്കിൽ മോനെ കണ്ണാ മിത്തൂട്ടി കയറിയിരി. നമ്മളങ്ങ് കഴിക്കാനായിട്ട് എടുക്കാം. എന്തായിരുന്നു വെച്ചാ വയറ് നിറച്ച് എല്ലാരും എടുത്ത് തിന്നോണം കേട്ടല്ല. നമ്മളിതെല്ലാം നമ്മളെ മക്കൾക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയാണ്. അതിന് ഞമ്മക്കിതൊരു വലിയ സ്പെഷ്യൽ ആയിട്ടൊന്നും തോന്നണില്ലല്ലോ. നിങ്ങൾ എന്നും എന്തൊരു പ്രത്യേകത ഉണ്ടെങ്കിൽ ഇതല്ലേ അമ്മ ഉണ്ടാക്കണത്. ഓ അമ്മ നിങ്ങൾ ഞമ്മക്ക് വല്ലതും ഉണ്ടാക്കി തരാത്തത്. ഈ ഉമ്മ എന്നും ഇതേന് ഉമ്മ കോയില്ലാതെ ജീവിക്കാൻ പറ്റുമെന്നാണ് ഞമ്മക്ക് തോന്നുന്നത്. വല്ല കോയിക്കാരനെ കൊണ്ട് കെട്ടിച്ചാതിയായിരുന്നു. എന്തിനു വാപ്പായി ഉമ്മയെ കെട്ടിയാ? ഞാനല്ലേ നിനക്ക് ഉണ്ണിയപ്പം നെയ്യപ്പൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു. അതെവിടാ? അതൊക്കെ നമ്മൾ എപ്പോഴേ തീർത്തു. ഞമ്മളെ കെട്ടിണ്ടാണ് ചെയ്താല് നീ ഈ കിടന്ന് ചിലക്കിനെ ഇവിടെ കിടന്ന് അല്ലെങ്കിൽ ആന്റെ നാക്ക് എന്നേ ബാക്കിയുള്ള പുയിലെടുത്തേനെ ഉണ്ടാക്കാടി ഞമ്മള് വാങ്ങിത്തരാ എനക്ക്. ഈ സങ്കടപ്പെടാതിരി. ഈ ഇപ്പൊ ഇത് കഴി അതിന്റെ വിശപ്പ് തീരട്ട് ഞമ്മക്ക് എന്തായിരുന്നു വെച്ചാ അതിന്റെ ഇഷ്ടത്തിന് പോയി വാങ്ങാം പോരെ. ഞമ്മള് കൊണ്ടുപോടി തന്നെ. അല്ലെങ്കിൽ എന്റെ അച്ഛൻ മുത്താണ് പൊന്നാണ് ചക്കരന്. നമ്മൾ ആകെ ഇട്ടുള്ള എന്റെ അച്ഛന് മാത്രമാണ് കോയിമ്മച്ചി. കോയിമ്മച്ചി എന്റെ വാപ്പേടി. ആമിനാ, ഈ എന്തിനാ ഞമ്മളെ കോയിന്ന് വിളിക്കണ? പിന്നല്ലാണ്ട് നമ്മൾ എന്തായിരുന്നു പറയണം. ഓ ഓരോന്നുണ്ടായി കൊടുക്കണം പോരാ. ഓളെ വായിരിക്കണം മൊത്തം നമ്മൾ കേൾക്കാൻ വേണം. നമുക്ക് മനസ്സില്ല ഇനി ഒന്നിന്. ഉമ്മ നിങ്ങൾ ഈ ടേസ്റ്റുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഓളെടുത്ത് കിടന്ന് അടി ഉണ്ടാക്കാതിരിക്കേ. ഹോ നിങ്ങൾ വല്ല ഷെഫിനെ കെട്ടാണ്ടിരുന്ന് എന്ത് ടേസ്റ്റിലാണ് ഫുഡ് ഉണ്ടാക്കണത്. ഓ കഥയെല്ലാം അറിയാമോ? ഓഹോ, അപ്പൊ ഞമ്മളിവിടെ ആരായി? ഞമ്മളിപ്പോ ഇവിടെ ആർക്കും വേണ്ടല്ലേ? അല്ലെങ്കിലും ഞമ്മള് ചുമ്മിയാണ് ഇവിടെ. ഹോ അല്ലെങ്കിലും ഞമ്മക്കറിയാം നമ്മളെ ദേവൂട്ടിക്കും കണ്ണമോനും മാത്രമേ ഞമ്മളെ വേണ്ടിയുള്ളൂ. ഓ ഈങ്ങളും കൂടി ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ ഈ ദുനിയാവില്? നമ്മളുള്ളിടത്തോളം കാലം നിങ്ങൾ ഈ ദുനിയാവിൽ ഒറ്റയ്ക്കാവൂലോ അപ്പാ. ഓരോടത്തൊക്കെ പോവാൻ പറ, നമ്മളുണ്ട് കൂടാ. ഐശൂട്ടിയേ, എന്താണ് പരിപാടി? എല്ലാരും കൂടാ നമ്മളതാ ഇവിടെ ഇന്ന് കോളേജിലെ കഥകള് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അച്ഛാ. കഴിച്ചാ? ഞമ്മള് കഴിച്ച്. നമ്മളെ ഐശുമ്മ നീ ഇന്ന് വന്നാണ് ഞമ്മളെ അടുത്തോട്ട് ഇരുന്നാണ്. ഞമ്മക്ക് സീരിയസ് ആയിട്ട് കുറച്ച് സംസാരിക്കാറുണ്ട്. അനക്ക് എന്ത് പറ്റി വേറെ ഒരു സ്റ്റാർട്ടിങ് ട്രബിള്? അത് ഞമ്മളടുത്ത് സംസാരിക്കുമ്പോ സ്റ്റാർട്ടിങ് ട്രബിളൊന്നും ഇല്ല എന്റെ പൊന്നേ. ഞമ്മക്ക് അതിന്റെ അടുത്ത് സംസാരിക്കുന്നത് സ്റ്റാർട്ടിങ് ട്രബിൾ എന്തിന്? ഈ ഞമ്മളെ മോളല്ലേ. പിന്നെ കാര്യങ്ങൾ വളച്ചൊടിക്കാതെ അങ്ങോട്ട് പറ ഞമ്മടെ വാപ്പോ. മോളെ ഐശുമ്മ, 2 ദിവസം മുമ്പ് ഒരു ചെറുക്കനും ഓന്റെ വാപ്പായും കൂടി ഞമ്മളെ വന്ന് കണ്ടായിരുന്നു. അന്നെ ഇഷ്ടമാണ്, അനക്ക് സമ്മതമാണെങ്കിൽ ഓന്റെ ബേബി ആക്കിയ കൊള്ളാമെന്നുണ്ട്. ഓന്റെ ആ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് ഓന്റെ സ്വഭാവം വായിച്ചെടുക്കാൻ പറ്റി. എന്റെ സംഭവത്തിനനുസരിച്ച് ഓന്റെ തീരുമാനം നടക്കുമെന്ന് ഞമ്മക്ക് മനസ്സിലായി. ഞമ്മളത്ര പണവും ആസ്തിയൊന്നുമില്ല, എന്നാലും സ്വഭാവവും ഗുണവും കൊണ്ട് ഓൻ ഞമ്മളെയും കാട്ടി മേല. ഓൻ നിന്നെ പൊന്നുപോലെ നോക്കൂ. ഞമ്മക്ക് ഇഷ്ടപ്പെട്ട്. പക്ഷെങ്കില് അതിന്റെ സമ്മതം ഇല്ലാതെ ഞമ്മൾ ഒന്നും നടത്തൂലെന്ന് എനക്കറിയാലോ. ഞമ്മൾ എന്തിനാണ് ഓന്റെ അടുത്ത് പറയാറുള്ളത്? നീ പറയേ. നമ്മുടെ മോളെ ഞമ്മള് ഫോഴ്സ് ചെയ്യുന്നൊന്നുമില്ല. എന്റെ സമ്മതം അനുസരിച്ച് നടക്കുള്ളൂ. നമ്മൾ എന്തിനാണ് ഓന്റെ അടുത്ത് പറയേണ്ടത്? അനക്ക് സമയം വേണോ? എടുത്തോ. ഞമ്മക്ക് അന്നെ ഈ വീട്ടിൽ നിന്ന് പെട്ടെന്ന് പറഞ്ഞു വിട്ടിട്ട് ഒന്നും നേടാനില്ല. നീ നമ്മളോടെ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷെങ്കില് പാപ്പ പറഞ്ഞു വെച്ച് നല്ലൊരു ചെറുക്കനാണെന്ന് തോന്നി. അതുകൊണ്ടാ ഞമ്മ അതിൻ്റെ അടുത്ത് സംസാരിക്കാന്ന് എന്നെ വിചാരിച്ചത്. പാപ്പ ഞമ്മക്കറിയാം ഞമ്മ നല്ലതിന് വേണ്ടിട്ട് ഞങ്ങൾ എന്തും ചെയ്യുള്ളൂ, എന്തും തീരുമാനിക്കണം. പക്ഷേ ഇതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഞമ്മക്ക്
രണ്ടോടത്തൊരു കാര്യം ചോദിക്കാനുണ്ട്. അതിന് ഓരോ മറുപടി എന്തിനാണെന്ന് നോക്കിയിട്ട് ഞാൻ ബാപ്പാക്കും ഉമ്മാക്കും ഉത്തരം തരും. പോരെ? മതി, അത് മതി. നമുക്ക് ഒരു ധൃതിയില്ല. ഈ ആരടുത്തെന്ന് വെച്ചാ ചോദിച്ചിട്ട് ഞമ്മക്ക് മറുപടി ഒന്ന് പറയരുത്. ഞമ്മക്ക് സന്തോഷേ ഉള്ളു. അത് തന്നെ, ഞങ്ങളെ മോള് ഞങ്ങളത് തുറന്ന് പറഞ്ഞില്ലേ, അത്രേ വേണ്ടു ഞമ്മക്ക്. ഈ ചോദിരടി ഞമ്മളുണ്ട് എൻ്റെ കൂടെ. അമ്മ, അച്ഛ, ഞമ്മളെ മനസ്സിൽ തെറ്റല്ലെന്ന് തോന്നിയുകൊണ്ട് ഞങ്ങൾ ചോദിക്കുകയാണ്. ഞാൻ ജനിച്ചപ്പോൾ മുതൽ കണ്ടു കാണുക നിങ്ങളെല്ലാവരും. ഞമ്മളെയും കാട്ടി ഞമ്മക്ക് നിങ്ങളറിയാം. നിങ്ങളെ വീട്ടിലെ മരുമകളായിട്ട് കയറി വന്നാ എൻ്റെ ആഗ്രഹം. നിങ്ങൾക്ക് സമ്മതമാണ്. അന്ന് ഞാൻ കളിക്ക് ചോദിച്ചു പോലെ എന്റെ സിന്ദൂരത്തിന്റെ അവകാശിയായിട്ട് നിനക്ക് എന്നെ കാണാൻ പറ്റുമോ? നമുക്ക് നിന്നെ ഇഷ്ടം. കൃഷ്ണ, ഈ അടി എന്തിനാന്നറിയാമോ എനക്ക്? ഞമ്മളെ കൂടെ ഒന്ന് ഞമ്മൾ ചതിച്ചേനെ. ഞമ്മളെ കൊണ്ട് പറ്റൂല എന്നാ നമ്മളെ സിന്ദൂരത്തിന്റെ അവകാശമായിട്ട് കാണാൻ ഞമ്മളെ കൊണ്ട് പറ്റൂല. ഉമ്മായ വാപ്പായി സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കുമ്പോ അനക്ക് എങ്ങനെ തോന്നി ഇത് പറയാനായിട്ട്? ഓരോ മുമ്പ് വെച്ച് അല്ലെങ്കിൽ അനക്ക് എന്റെ കൂടെ നടക്കുന്നവരല്ലേ ഞമ്മള്. അനക്ക് ഞമ്മളത്തെ ഒരു വാക്ക് ചോദിച്ചൂടെ എന്നാ? എനിക്ക് ഉമ്മാരെ വാപ്പാരെ മുമ്പിൽ ഇങ്ങനെ തല കൊണ്ടിട്ട് നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്ന? അനക്കെല്ലാം തമാശയാ ഷു, അനക്കെല്ലാം തമാശയാ. ഇനി മേലെ ഞമ്മളെ കൺമുന്നിൽ കണ്ടുവല്ല എന്നാ നമ്മൾ തന്ന ഫ്രീഡം കൂടിപ്പോയിന്റെ ഇതായി ഞമ്മക്ക് ഈ തിരിച്ചു തന്നത്. അത് വേണ്ട, അവൻ തിരികാന്നു. ഐഷുമ്മ, ഓ ഇങ്ങനെ ബേജാറാകത്തിരി എന്റെ കണ്ണേട്ടാ. ഞമ്മക്കിത് അറിയാറുന്നില്ല. നമുക്ക് നേരത്തെ അറിയുന്നവന്റെ മറുപടി ഇതായിരിക്കും. പക്ഷേങ്കില് എന്റെ ഉള്ളിലുള്ള സ്നേഹം ഓൻ്റെ അടുത്ത് പറയണമെന്നുണ്ടായിരുന്നു. അതോ പറഞ്ഞു. ഇത്രയേ ഉള്ളു. പിന്നെ ഉമ്മ പാപ്പ ഞമ്മക്ക് ഇന്നെന്തായാലും നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടി പറയാൻ പറ്റൂല കേട്ടാ. ഒരു 2 ദിവസം തരി ഞമ്മള് പറയാന്ന്. എന്തേരടി അടിച്ചത്? ഞമ്മളെ പല്ലിളങ്ങിന്നാ തോന്നുന്നു. ഉമ്മ പാപ്പ അച്ഛ അമ്മ ശരി, ഞാൻ ഒന്ന് കിടക്കട്ടെ കേട്ടാ. പല്ലിനി എന്തെങ്കിലും വെക്കണം. ദേവൂട്ടിയും ചെല്ലേ ഐഷിനോട്. ഇന്നിപ്പോ ഇവിടെ കിടന്നു, നാളെ രാവിലെ അങ്ങ് വന്നാൽ മതി. ഓ ഞമ്മളെ പൊന്നി കണ്ണേട്ടാ, നിങ്ങളിങ്ങനെ ബേജാറാവാതിരിക്കുന്നു. ഞമ്മ അത്ര വലിയ ഭീതി ഒന്നും അല്ലേട്ടാ. ഓ നിങ്ങളെ ഭീതിനെ കൊണ്ട് പൊരേ പോവാൻ നോക്കി. നമുക്ക് നാളെ കാണാം. ഞമ്മക്കറിയാം ഞങ്ങൾക്ക് ഈ ഓളില്ലാതെ ഉറക്കം വരൂല നേട്ടാ. അതുകൊണ്ട് നിങ്ങൾ ഓളെയും കൊണ്ട് പൊരയിലോട്ട് പോയി ഞമ്മള് പോണ്. ഞമ്മക്ക് അറിഞ്ഞൂടെ എന്റെ മാതാവ് എന്തൊക്കെ ഇനി 5 മിനിറ്റിലൂടെ നടന്നേന്. എന്റെ കുട്ടിക്ക് അവനെ ഇഷ്ടമൊന്നും നമ്മൾ അറിഞ്ഞില്ല. ഈ ആലോചന കൊണ്ട് വരികയാണ് ഞമ്മള്. എന്റെ മോനെ ഞമ്മക്ക് ഇഷ്ടമല്ലേ, ഞമ്മളെ മോനല്ലേ, ഞമ്മളല്ലേ അവനെ വളർത്തിയത്. ഓരോ തീരുമാനിക്കട്ടെ. നിങ്ങളെന്നെ പോണ സുബേറെ, എന്റെ മോളെ ഞമ്മളെ മരുമോളായിട്ട് കാണാൻ ഞമ്മക്ക് ഒരു വിഷമവും ഇല്ലാട്ടാ. പക്ഷെ അവന്റെ സമ്മതം വേണം. അതില്ലാതെ അവിടെ കൊണ്ടിട്ട് എന്റെ കൊച്ചിനെ നരയിപ്പിക്കാൻ ഞമ്മളെ സമ്മതിക്കില്ല. എന്നെ പിന്നെ നിങ്ങൾ അറിഞ്ഞു. അവര് തീരുമാനിക്കട്ടെ എന്താണ് വേണ്ടതെന്ന്. എടാ കിച്ച എണീറ്റ്. നീ എന്തിവിടെ? ശരി, താഴോട്ടില്ല, ഞാൻ കുളിച്ചിട്ട് പറഞ്ഞു. അന്നെ അവിടെ കാത്തു നിന്ന് നമ്മുടെ കാലിതാ കൊയഞ്ഞു. ഓന്റെ ഒരു വരവ്. ഈ വന്നെങ്കിൽ എണീറ്റ് വാ വേഗം. നീ ഒന്നും കഴിക്കുന്നില്ലേ? അമ്മ എനിക്ക് വേണ്ട, എനിക്ക് വിശപ്പില്ല.
വാ പോവാം കേറ്. ഓക്കെ എന്നാ ബൈ ബൈ, ഞാൻ പോകുന്നു. പാവം എന്റെ കുട്ടി, എങ്ങനെയാ ഇങ്ങനെ ചിരിച്ചോണ്ട് നടക്കാൻ പറ്റുന്നത്? അതിന്റെ മനസ്സിന് കരുത്ത് കരുകണേ എന്റെ കൃഷ്ണ. കിച്ച 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 എവിടെ വണ്ടി എടുക്കാണ്? രാമേശ്വരത്തിന് നമ്മൾ അവൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ട് വെട്ടേ. നിങ്ങൾ ആ വരണേ, ഇവിടെ നിക്കണേ. നമുക്ക് രാഹുലിനൊന്ന് കാണണം ആയിഷു. നീ അവൻ്റെ സംസാരിച്ചിട്ട് അവൻ്റെ അങ്ങ് ക്ലാസ് തന്നേരെ. ശരി തന്നെ. എന്തരായി മോളെ, വല്ലതും നടക്കോ? എന്താണ് താങ്കളുടെ സിന്ദൂരത്തിന്റെ മറുപടി? ദേ ഈ പാടച്ചോ, അല്ലെങ്കിൽ അന്നെ നമ്മള് മയ്യത്താക്കും, പറഞ്ഞിട്ടൊന്നും വേണ്ട. വാ പോവാ. എന്റെ പൊന്നൈശുമ്മ, അവന്റെ സിന്ദൂരം അത് അനക്കുള്ളത് തന്നെ. ഇത് ഞമ്മന്റെ വാക്ക്. ഓ ഞമ്മന്റെ വാക്കല്ല, ഞമ്മന്റെ കോപ്പ്. ഞമ്മളെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല. ഓന്റെ ഓരോ ഉണക്കമേലത്തെ ഐഡിയ കാരണം ഞമ്മളെ അണപ്പന്റെ ഇന്നലെ തെറിച്ച്. ഓന്റെ ഒരു അടി ടമ്പോ. ചിരിച്ചിട്ട് ഇന്നേ വരെ ഞാൻ ഇങ്ങനെ ഒരു അടി കൊണ്ടിട്ടില്ല. അനക്ക് ഒന്ന് കിട്ടിയെങ്കിൽ ഭാവിയിൽ നമുക്ക് 10 പോലും തിരിച്ചു കൊടുക്കാൻ ആവശ്യമാ. നീ അടങ്ങ്. ഒരു അടിയല്ലേ ഓ തന്നോള്, കൊന്നില്ലല്ലോ. അത് ഭാഗ്യം. ഞമ്മളെ സുന്ദരം പോണ പോക്കണ്ടില്ലേ, അപ്പഴേ മനസ്സിലായില്ലേ മറുപടി എന്താണെന്ന്. ആ പ്ലാനും 3 നിലയിൽ മുക്കൊന്നായി തിരിച്ചു വന്നു. കൃഷ്ണ, നീ എന്തിനോളെ അടിച്ച? എന്നിട്ട് ഈ ഇപ്പൊ എന്തൊരു കാണിക്കുന്ന? എടാ, അത് തന്നെ അന്നേരം എന്റെ കൺട്രോള് പോയി. ഉമ്മാന്റെയും വാപ്പാന്റെയും മുമ്പില് ഈ ചെറുപ്പം അങ്ങനെ ചോദിച്ചപ്പം ഞാൻ അങ്ങ് തല ഒന്നിച്ചു പോയടാ. അങ്ങനെ ഓള് ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ച പോലുമില്ല. ഓക്കെ, എവിടുന്നാ ധൈര്യം കിട്ടിയെന്നാണ് എനിക്ക് അറിഞ്ഞൂടാത്ത. പിന്നെ ഇന്നത്തെ കാര്യം, പിന്നെ നമ്മൾ എന്തേ ചെയ്യണം? നമുക്ക് വയ്യടാ. അവള് ഉള്ളിൽ കരഞ്ഞോണ്ട് പുറത്ത് ചിരിച്ചു കാണിക്കുന്നതാണ് നമ്മളെ കൊണ്ട് പറ്റണില്ല. സഹിക്കണില്ലടാ ഓളെ അങ്ങനെ കണ്ടിട്ട്. ഓള് എന്റെ മുമ്പ് വെച്ച് കരഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും സങ്കടമില്ലായിരുന്നു. പക്ഷെ ഓള് ഞമ്മക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അഭിനയിക്കാനാണെങ്കിൽ സഹിക്കാൻ പറ്റണില്ല. അപ്പൊ എത്ര നാള് അവിടെ നിന്ന് ഇങ്ങനെ ഒളിച്ച് ജീവിച്ചു? പറ, നീ എത്ര നാളെ ഇങ്ങനെ ഒളിക്കാനാണ് വിചാരിച്ചു വെച്ചേക്കണ? എടാ, എനിക്ക് ഇവിടെ 2 ദിവസം മാറിയിരിക്കണം. എന്നെ കൊണ്ട് പറ്റണില്ല ഇവിടെ നിൽക്കാൻ. അമ്മ, അച്ഛാ, ദേവേ കണ്ണേട്ടോ. എടാ കിച്ചാ, നീ ഇന്നും ഉറക്കോ? എണീറ്റ് വാ. രാഹുലിന്റെ മുത്തശ്ശിനെ ആശുപത്രി കാണിക്കാൻ പോണെന്നും പറഞ്ഞ് അവന്റെ കൂടെ പോയതാ. ഇനി വെളുപ്പിനെ പോയി. 5 മണിയൊക്കെ ആയപ്പോ പോയി. നമ്മളില്ലാതെ ഓൻ എവിടെയും പോലെന്ന് ഞമ്മക്കറിയാലോ. അവൻ എന്തായാലും ഞമ്മളെ പുഴയിൽ വന്നിട്ടില്ല. അപ്പൊ പിന്നെ ഓൻ ഇവിടെ തന്നെ കാണും. നേരത്തെ ഒളിച്ചിരിക്കാതെ ഇറങ്ങി എണ്ണ ചെയ്താനെ. എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. എനിക്ക് പിരാന്തോന്നാ എനക്ക് അറിയാലോ. കൊല്ലും ഞാൻ. എടാ, അന്നെ നമ്മള് പൊക്കിയടാ പൊക്കി. ഇജ്ജ് ബാത്റൂമിൽ പോലും ഫോണും കൊണ്ട് പോണോ? എവിടെയെങ്കിലും പോയപ്പോ ഫോൺ എടുത്തില്ലെന്ന് പറഞ്ഞാൽ അയ്യേ മണ്ട. ഇജ്ജ് അതും കൂടെ എടുത്തിട്ട് ഒളിച്ചൂടായിരുന്ന. ഇജ്ജ് ഇറങ്ങി വന്നാണ് ഈ പൊട്ടിയടാ. ഞമ്മള് തിരിച്ച് ഓടി വാങ്ങിയിട്ട്. നീ ഇത് എവിടെ ഇരിക്കണേ? അന്നെ ഇവിടെ ഒന്നും കാണാനില്ല. ഈ എവിടാ? എടാ ഇനി വായി, അവൻ പോണ്ടേ? കിച്ചാ, കിച്ചാ, കിച്ചോ, കിച്ചാ. മോളെ ആഴ്ച അവൻ പോയി. ഇന്ന് രാവിലെ രാഹുലാണ് അവനെ കൂട്ടിക്കൊണ്ട് പോയത്. ഫോണ് കൊണ്ടുപോയില്ലേ? ചിലപ്പോ എടുത്തു വെച്ചെന്നും പറഞ്ഞ് പോയിട്ടുണ്ട്. നീ പേടിക്കാതിരി. ഫോൺ കൊണ്ടുപോയില്ലെങ്കിൽ ഇപ്പൊ തന്നെ തിരിച്ചു വരും. അപ്പൊ കണ്ണേട്ടാ, ദേവുട്ടേ, അച്ഛാമ്മ, ഞാൻ പോണേട്ടാ. ഇത് എന്തിനു വിചാരിച്ചോണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ എന്റെ മാധവേട്ടാ. പക്ഷെ കാണിക്കുന്നത് ക്രൂരതയാ. ആ കൊച്ചിന്റെ ഉള്ളിൽ കത്തായിരിക്കും ഭാവം. ആരുടെ തമ്മാ നിങ്ങൾ ഈ പറയുന്നത്? ഇത്രയും നാൾ കൂടെ ഉണ്ടായിട്ട് അവർക്ക് എങ്ങനെയാണ് വിഷമാവെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഓടി അമ്മമാരെ കുത്തൊക്കെ അതിന് എങ്ങനെയാണ് അതിനെക്കുറിച്ച് സംസാരിക്കാൻ നിൽക്കുന്നത്? അവിടെ ഉള്ളിൽ കത്തുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ അടുത്തൊക്കെ ചിരിച്ച് കളിച്ച് നിൽക്കുമ്പോഴേ അവള് കണ്ണ് നിറയുന്ന എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഭാവം എന്റെ കൊച്ച്. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ആരെ പൊട്ടനാക്കാൻ നോക്കുന്നത്?
ആരാ പൊട്ടനാക്കാൻ നോക്കുന്നേ? ആ പോയ അവിടെ അതേ നിൽക്കുന്നു നമ്മള്. ഫോൺ എടുക്കാൻ മറന്നു. ബാത്റൂമിൽ പോകാൻ നേരത്തെ പോലും ഫോൺ എടുക്കാൻ മറന്നു. കഥ കൈ കൊണ്ട് നടക്കുന്നവൻ, കുളിക്കാൻ പോകുമ്പോ വരെ ബാത്റൂമിൽ കൊണ്ട് കയറുന്നവൻ ഇന്ന് ഫോൺ എടുക്കാൻ മറന്ന് ഇത്രയും നേരമായിട്ട് തിരിച്ച് വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ അവൻ ഞാൻ എടുക്കാൻ പറ്റില്ല. ഇതൊന്നും നല്ലതിനല്ലമ്മ. അവൻ കാണിക്കുന്ന ക്രൂരതയാ. ഞാൻ പോണു കയറി. ഇതൊന്നും ഞാൻ വല്ലതും പറഞ്ഞോളാം ഞാൻ. ഇത് കുറെ നേരം ആയല്ലേ. ഇത് ആര് കിടന്ന് വിളിക്കുന്ന? മനുഷ്യന് സമാധാനം തരാതെ അവനെ കൊണ്ടുപോകാമെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് പോയാൽ പോരെ. എവിടെ പിച്ച നീ ഇത് എവിടെ പോയി ചത്ത് കിടക്കായിരുന്നു? പറഞ്ഞു എത്ര ഫോൺ വിളിച്ചില്ല. നീ വേഗം ഇവിടുത്തെ കിംസിലോട്ട് വന്നാൽ വേഗം വാ. ഐശ്വര്യ ചെറിയൊരു ആക്സിഡന്റ്